സ്വർഗത്തിലെ എൻ്റെ അപ്പൻ്റെ പേര് കരുണയാണ് എന്ന് വിളിച്ചോതുന്ന ഉപമയാണ് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 11 മുതൽ 32 വരെ വാക്യങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്ന ധൂർത്തപുത്രൻ്റെ ഉപമ. ഏതൊരു കഠിന പാപിക്കും ദൈവഭവനത്തിൽ ഒരു നല്ല ഭാവിയുണ്ട് എന്ന് ഈ ഉപമ പറഞ്ഞു വയ്ക്കുന്നു. ആർക്കാണ് യഥാർത്ഥത്തിൽ യേശുവിനെ കൊണ്ട് ആവശ്യം? യേശുവിനെ സൗഖ്യദായകനായി മാത്രം ആരെങ്കിലും കണ്ടാൽ ആ ചിത്രം പൂർണ്ണമല്ല. കാരണം രോഗസൗഖ്യം ആവശ്യമില്ലാത്ത അനേകർക്ക് യേശുവിനെ ആവശ്യമില്ലാതായി വരും. യേശുവിനെ സാമ്പത്തിക മേഖലയിൽ ഉയർച്ച നൽകുന്നവനായി മാത്രം കണ്ടാൽ സമ്പത്തുള്ളവർക്ക് യേശുവിനെ ആവശ്യമില്ലാതായിട്ട് വരും. യഥാർത്ഥത്തിൽ ഒരു കാരണത്താൽ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും യേശുവിനെ കൊണ്ട് ആവശ്യമുണ്ട്. യേശുവിൻ്റെ ജനനത്തിന് മുന്നോടിയായി യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാലാഖ പറയുന്നുണ്ട്, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മത്തായി 1-ാം അധ്യായം 21-ാം വാക്യം. ഈ ഒരു പോയിന്റിൽ യേശുവിനെ കൂടാതെ മുന്നോട്ടു പോകാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. കാരണം വിത്തൗട്ട് എനി സിംഗിൾ എക്സെപ്ഷൻ ഓൾ മെൻ ആർ സിന്നേഴ്സ്. പാപമില്ലാത്ത മനുഷ്യൻ ഇല്ല. ഒരുവൻ തന്നിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. വീണ്ടും റോമാലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ സങ്കീർത്തകനെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. റോമാലേഖനം 1-2 അധ്യായങ്ങളനുസരിച്ച് മനുഷ്യൻ 2 തരത്തിൽ പാപം ചെയ്യുന്നു. ഒന്ന്, ദൈവത്തെ മറന്ന് തിന്മകൾ ചെയ്ത് തന്നിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നു. 2, ഇങ്ങനെ ചെയ്യാത്തവർ ഇത്തരം പാപം ചെയ്യുന്നവരെ ഹൃദയത്തിൽ വിധിക്കുന്നു. ദിവസവും ദേവാലയത്തിൽ പോവുകയും ആത്മീയ കാര്യങ്ങളിലും ഭക്താഭ്യാസങ്ങളിലും നിലനിൽക്കുമ്പോൾ തന്നെ പാപത്തിൽ മുഴുകുന്നവരെയും ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെയും എത്രമാത്രം നമ്മൾ ഹൃദയത്തിൽ വിധിക്കുന്നുണ്ട്. ഈ വിധിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് വിധിക്കുന്നവൻ തത്തുല്യമായ പാപം ചെയ്യുന്നു എന്നാണ്. അതായത് ഒരു മദ്യപാനിയെ വിധിക്കുന്നവൻ മദ്യപാനം നടത്തുന്നവൻ്റെ ശിക്ഷയേൽക്കാൻ യോഗ്യനാണ് എന്നാണ്. റോമാലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. ലോകത്തിൽ 2 തരം മനുഷ്യർ മാത്രമാണുള്ളത്. അത് പാപികളും പുണ്യവാന്മാരുമല്ല, മറിച്ച് പാപികളും തങ്ങളിൽ പാപമില്ലെന്ന് കരുതി ജീവിക്കുന്ന പാപികളുമാണ്. ഒരു പരസ്യ പാപിക്ക് മാനസാന്തരം എളുപ്പമാണ്. കാരണം അവൻ താൻ രോഗിയാണെന്ന് അംഗീകരിക്കുന്നവനാണ്. അവൻ ആത്മാക്കളുടെ വൈദ്യനായ യേശുവിനെ ആവശ്യമുണ്ട്. എന്നാൽ രഹസ്യ പാപി ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു. അവൻ്റെ അധരത്തിൽ ദൈവസ്തുതി കണ്ടേക്കാം. താൻ രോഗിയല്ല എന്ന് കരുതുന്ന മാരക രോഗിയാണ് അവൻ. രോഗിയല്ലെന്ന് കരുതുന്നത് കൊണ്ട് തന്നെ യേശുവാകുന്ന വൈദ്യനെ അവൻ ആവശ്യമില്ല. താൻ നീതിമാനാണെന്ന ധാരണയിൽ അവൻ തന്നിൽ തന്നെ ആശ്രയിക്കുകയും അവസാനം നിത്യനാശത്തിൽ നിപതിക്കുകയും ചെയ്യുന്നു. താൻ പാപിയാണെന്ന തിരിച്ചറിവിൽ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഓടി അണയുന്ന ധൂർത്തപുത്രൻ നൽകുന്ന പ്രത്യാശയുടെ ദൃശ്യം മാത്രമല്ല ഈ ഉപമ വരച്ചു വയ്ക്കുന്നത്. എക്കാലവും പിതാവിൻ്റെ ഭവനത്തിലായിരുന്നിട്ടും പുത്രൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ തന്നിൽ തന്നെ കെട്ടപ്പെട്ട ഒരു മൂത്ത പുത്രൻ്റെ ദുരന്തവും ഈ ഉപമ സാക്ഷിക്കുന്നുണ്ട്. ദൈവഭവനത്തിലായിരിക്കെ പിറുപിറുക്കുന്നവർ, ദൈവ ശുശ്രൂഷയിലായിരിക്കെ വീണുപോയവരെ പരിഹസിക്കുന്നവർ, മറ്റുള്ളവരുടെ മാനസാന്തരത്തിൽ അസൂയപ്പെടുന്നവർ, പുത്രനെന്ന പേരിൽ അറിയപ്പെടുമ്പോഴും അടിമയ്ക്കടുത്ത അമർഷം പിതാവിനോട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ, ലഭിക്കാത്ത നന്മയ്ക്ക് പിതാവിനെ കുറ്റപ്പെടുത്തുന്നവർ, ഇങ്ങനെ സ്വയം നന്മമുഖം ധരിച്ച പൊയ്മുഖങ്ങളുടെ പ്രതിനിധിയാണ് ഈ മൂത്തപുത്രൻ. അവൻ മാനസാന്തരപ്പെട്ടതായി സുവിശേഷം രേഖപ്പെടുത്താത്തിടത്ത് നാം ഭയപ്പെടണം. എല്ലാ പാപികളോടും കരുണ കാണിക്കുകയും മാരക പാപികളെപ്പോലും ചേർത്ത് പിടിക്കുകയും ചെയ്ത യേശു പോലും കഠിനമായി വിമർശിച്ച ഏക വിഭാഗം സ്വയം നീതിമാന്മാരെന്ന് കരുതി
മറ്റുള്ളവരെ വിധിക്കുന്ന കപടനാട്യക്കാരായ നിയമജ്ഞരെയും ഫരീസയരെയുമാണ്. യേശുവിൻ്റെ ജീവിതകാലത്ത് നിക്കോദേമോസ് ഒഴികെ ഫരീസയരിൽ മറ്റാരും യേശുവിനെ അംഗീകരിച്ചതായി സുവിശേഷം പറയുന്നില്ല. ഭക്തിയുടെ പൊയ്മുഖങ്ങളിൽ അഭിനവ പരിസയർ ഇന്നും ജീവിക്കുന്നു. കാപട്യത്തിൻ്റെ മുഖംമൂടിക്കുള്ളിൽ അവർ ദൈവത്തിന് പിടിതരാതെ കഴിഞ്ഞുകൂടുന്നു. ദൈവഭവനത്തിലായിരിക്കുമ്പോഴും അവരുടെ ഹൃദയം പന്നിക്കുഴിയേക്കാളും മൈലുകൾക്ക് അപ്പുറമാണ്. തന്നിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തിലേക്കെത്താനുള്ള എല്ലാ വാതിലുകളും അവർ കൊട്ടിയടയ്ക്കുന്നു. ഹൃദയം വിദൂരത്തായതിനാൽ അവർ ശരീരം കൊണ്ട് മാത്രം ആരാധിക്കുന്നവരും എല്ലാ പ്രവൃത്തികളും ജഡത്തിൽ ചെയ്യുന്നവരുമായി തീരുന്നു. ആത്മാവിൽ ആരംഭിച്ച പലരും ഇന്ന് ജഡത്തിലെത്തിയിട്ടും തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നു. അഹങ്കാരത്തിൻ്റെ നൂലാൽ നെയ്ത പാപത്തിൻ്റെ പൊയ്മുഖം വലിച്ചു കീറി എളിമയിൽ നെയ്ത ചണവസ്ത്രം ധരിച്ച് അനുതപിക്കാം. എല്ലാ മനുഷ്യർക്കും ഇന്ന് അനുതാപം ആവശ്യമുണ്ട്. ഈ വചനം കേൾക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനും ഒരുപോലെ ദൈവസന്നിധിയിൽ മാപ്പിരക്കണം. തങ്ങളിൽ ഒരു പാപം കണ്ടെത്താത്തവർ പാപബോധമെന്ന് പുണ്യം പോലുമില്ലല്ലോ എന്നോർത്ത് ഭയന്ന് വിറയ്ക്കണം. ദൈവനീതിയെ മനഃപൂർവ്വം മറന്ന് ദൈവം എക്കാലവും കണ്ണടച്ചുകൊള്ളും എന്ന് ചിന്തിച്ച് രഹസ്യ പാപങ്ങളിൽ മുഴുകുന്നവർ നീതി വിധേയാളനായ യേശുവിനെ ഓർക്കണം. There is no half saint. Either you are a full saint or a damned soul. പകുതി വിശുദ്ധൻ എന്നൊന്നില്ല. ഒന്നുകിൽ എല്ലാ പാപങ്ങളെക്കുറിച്ചും അനുതപിച്ച് പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം, അല്ലെങ്കിൽ വിശുദ്ധാത്മാക്കൾ പോലും ഭയപ്പെട്ടിരുന്ന നമ്മുടെ കർത്താവിൻ്റെ ന്യായാസനത്തെ സമീപിക്കാൻ ഒരുങ്ങണം. ഈ നോമ്പുകാലത്ത് യേശുവിനായി വഴിയൊരുക്കുന്ന സ്നാപകൻ്റെ ശബ്ദമായി മാറാം. വെള്ളം ചേർക്കാത്ത സുവിശേഷം ഒരിക്കലും ഒരുവൻ്റെയും പാപത്തെ ന്യായീകരിക്കുന്നില്ല. എന്നാൽ ചില തഴക്കദോഷങ്ങളെ വിട്ടുപേക്ഷിക്കാൻ ക്ലേശിക്കുന്നവർ ദൈവകരുണയിലും തുടരെയുള്ള കുമ്പസാരത്തിലൂടെയും ദൈവകൃപ നേടാൻ മടുത്തുപോകാതെ യത്നിക്കട്ടെ. ദൈവസ്നേഹം നാം ഏവരിലും സമൃദ്ധമാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.